അജിത് ഡോവൽ കളത്തിലിറങ്ങും. തിരിച്ചടിക്കാൻ കരുക്കൾ നീക്കുകയാണ് ഭാരതം. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്ക് മുതൽ പാകിസ്ഥാനി ഭീകര സംഘടനകളുടെ നോട്ടപ്പുള്ളിയാണ് ഡോവൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന വ്യക്തികളിൽ ഒരാൾ. പഹൽഗാം സംഭവത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കമെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാജ്യമൊന്നടങ്കം. അജിത് ഡോവൽ കളത്തിലിറങ്ങുമെന്നാണ് സൂചന. ശത്രു നിവാരണ പ്രതിരോധം എന്ന ഡോവലിന്റെ പ്രമാണമാണ് ചുട്ട മറുപടികൾക്കും കനത്ത പ്രത്യാക്രമണങ്ങൾക്കും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നത് എന്ന് പാകിസ്ഥാൻ സുരക്ഷാ വിദഗ്ധർക്ക് പോലും അറിയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഭീകരവാദത്തിന്റെ മറുപതിപ്പ് തിരിച്ച് ഇന്ത്യയും പ്രയോഗിക്കുന്നു. NSA ആയതു മുതൽ പാകിസ്ഥാനെ വിറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഡോവൽ. വിരമിച്ച ചില പാക് പട്ടാളക്കാർ എഴുതിയ ലേഖനങ്ങളിൽ പാകിസ്ഥാനെ തകർക്കാനും താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളമായാണ് ഡോവലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡോവലിന്റെ പ്രമാണം പലപ്പോഴും പാക് തന്ത്രങ്ങൾ മെനയുന്നതിലെ നിർണായക ഘടകമാണ്. 5ാം തലമുറ യുദ്ധത്തിന്റെ മൂർത്ത രൂപമായാണ് ഡോവൽ പ്രമാണത്തെ പാക് പട്ടാളം പോലും വിലയിരുത്തുന്നത്. രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാൻ കൂടുതൽ മോശപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭീകരതയുടെ വിളഭൂമിയായി പാകിസ്ഥാൻ അവരുടെ പ്രവൃത്തികളിലൂടെ വീണ്ടും വീണ്ടും വിളംബരം ചെയ്യുകയാണ്. അവർ ലോകത്ത് ഒറ്റപ്പെടും. 2016 മിന്നലാക്രമണവും 2019 ബലാക്കോട്ട് ആക്രമണവും എല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകളെ തിരുത്താനും പാകിസ്ഥാന് പ്രേരകമായ അവസരങ്ങളാണ്. ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ലോകത്തിന്റെ പിന്തുണയും കിട്ടി. എന്നിട്ടും പഠിക്കാത്ത പാകിസ്ഥാനെ വീണ്ടും കണക്കിന് പഠിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ നിഴൽ യുദ്ധമോ ഭീകരതയോ ഉപയോഗിക്കുക രാജ്യത്തിന്റെ നയമല്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും ഇന്ത്യൻ ഭൂപ്രദേശത്തേക്കുള്ള കടന്നുകയറ്റം തടയുകയും നേരിടുകയും ചെയ്യുമെന്ന നിലപാട് മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. മിന്നലാക്രമണവും ബലാക്കോട്ട് ആക്രമണവും വിമർശനാതീതമായി തുടരാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ നിലപാടുകളിലെ വ്യത്യാസം സഹായിച്ചിരുന്നു. സൂക്ഷ്മമായ ഈ തന്ത്രപരതയിൽ ഡോവലിന്റെ ബുദ്ധി കൂടി ചേർന്നതാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത്. ഉറി കരസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ്. വൈകാരികമായി പ്രതികരിച്ചില്ല. വ്യക്തമായി ആസൂത്രണം ചെയ്ത ശേഷമായിരുന്നു സൈനിക നീക്കം. ഡോവലായിരുന്നു അവിടെയും ബുദ്ധികേന്ദ്രം. എല്ലാം പരമരഹസ്യമാക്കി വെച്ചു. ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ നീക്കങ്ങൾ പുറം ലോകം പോലും അറിഞ്ഞില്ല. ഡോവലിന്റെ കൃത്യമായ പദ്ധതികൾ കമാൻഡോകൾ നടപ്പിലാക്കി. ഡോവൽ മുസ്ലിം വേഷത്തിൽ 7 വർഷത്തോളം പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. റോയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലെ തന്ത്രപ്രധാന വിവരങ്ങളെല്ലാം ഡോവൽ ഇന്ത്യയിലേക്ക് കൈമാറിയ വ്യക്തിയാണ്. സർക്കാർ ജീവനക്കാർക്ക് മുകളിലായുള്ള രാഷ്ട്രീയ നിയമനമായിരുന്നു ഡോവലിന്റേത്. ഉന്നത നയതന്ത്ര യോഗങ്ങൾ ചേരാറില്ല എന്ന കുറവ് പരിഹരിക്കുകയായിരുന്നു ഡോവലിന്റെ ആദ്യ പണി. ക്യാബിനറ്റ് പദവി നൽകിയതോടെ സേനാ തലവന്മാരും സെക്രട്ടറിമാരും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നതിൽ നിയമ തടസ്സങ്ങളും ഉണ്ടായില്ല. ഡോവലിന്റെ നിയമനം മോദി അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. 2ാം മോദി സർക്കാരിലും 3ാം മോദി സർക്കാരിലും ഡോവൽ തുടരുന്നത് അദ്ദേഹത്തിൽ പ്രധാനമന്ത്രിക്കുള്ള വിശ്വാസം വർദ്ധിച്ചതിന്റെ തെളിവാണ്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ താക്കോൽ സ്ഥാനത്താണ് സർക്കാരും സേനകളും ഡോവലിനെ കാണുന്നത്. എന്തായാലും ഡോവൽ മുന്നോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ, ഡോവലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ തിരിച്ചടികൾ പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ അത് പാകിസ്ഥാന് കനത്ത പ്രഹരമായിരിക്കും സമ്മാനിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു പ്രഹരത്തിനായി കാത്തിരിക്കുക തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരന്മാരും. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം ഒരുങ്ങുകയാണ്. നിരപരാധികളായ 26 കുടുംബങ്ങളുടെ അത്താണികളായ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത നടപടികളിലൂടെയാണ് മറുപടി നൽകാൻ ഒരുങ്ങുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലഷ്കർ-ഇ തോയ്ബ തലവൻ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ആക്രമണം നടത്തിയ 4 TRF ഭീകരരുടെ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. ഭീകരാക്രമണം നടന്ന സ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്ദർശിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആദരമർപ്പിച്ചു. സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പെഹൽഗാമിലെ ബൈസ്രൻ താഴ്വര. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെട്ട സ്ഥലം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 ഭീകരർ കടന്നുകയറി വെടിയുതിർത്തതോടെ കൊടും ഭീകരതയുടെ മുഖമായ ലോകത്തിനു മുന്നിൽ ഇവിടെ മാറുകയായിരുന്നു. മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ 26 ജീവനുകൾ പിടഞ്ഞു വീണ് മരിച്ചു. 17 പേർക്ക് പരിക്കേറ്റു. പഹൽഗാമിലും അനന്ത്നാഗിലുമായ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ മാറ്റി. പുലർച്ചെ 26 മൃതദേഹങ്ങളും ശ്രീനഗറിൽ എത്തിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, KC വേണുഗോപാൽ MP തുടങ്ങിയവർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ചു. മലയാളി N രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹം രാത്രിയോടെ ജന്മനാടുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. അമിത് ഷായെ കണ്ടതോടെ മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്നവർ പൊട്ടിക്കരഞ്ഞു.
പൊട്ടിക്കരഞ്ഞു. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തോയ്ബയാണെന്ന് സ്ഥിരീകരിച്ചു. ലഷ്കർ ഇ തോയ്ബ ഉപമേധാവി സൈഫുള്ള കസൂരിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഓപ്പറേഷൻ. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നീ ഭീകരരുടെ ചിത്രങ്ങളാണ് ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. കാശ്മീരിലെ തന്നെ ബിജ് ബഹേര, ത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പേരും സംഘത്തിലുണ്ട്. 2017 പാകിസ്ഥാനിലേക്ക് പോയി ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായവരാണ് എന്നാണ് വിവരങ്ങൾ. ശ്രീനഗറിൽ ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ അമിത്ഷാ എത്തുന്നത്. ആർമി ഹെലികോപ്റ്ററിലെത്തിയ അമിത്ഷാ അരമണിക്കൂറോളം ബേസ്മെന്റ് താഴ്വരയിൽ ചിലവഴിച്ചു. വൈകിട്ടോടെ അമിത്ഷാ ദില്ലിയിൽ തിരിച്ചെത്തും. 3 സേനാ മേധാവിമാരുമായും പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. സൗദിയിൽ നിന്നെത്തിയതിന് തൊട്ടുപിന്നാലെ വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ തുടർ നീക്കം സർക്കാർ തീരുമാനിക്കും. സർവകക്ഷി യോഗം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം തൽക്കാലം അംഗീകരിച്ചേക്കില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.